കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. നിശ്ചിത ദൂരം പരിഗണിക്കാതെ പടക്കം പൊട്ടിച്ചത് ആനയെ പ്രകോപിപ്പിച്ചെന്നും കീർത്തി IFS വനമന്ത്രിക്കും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശകളും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നേരത്തെ ഈ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ വിവരങ്ങൾ നേരത്തെ കൈമാറിയിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വരുന്നു. ഇങ്ങനെ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു, എഴുന്നള്ളിപ്പിൽ നടപ്പിലാക്കേണ്ടതായ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്? തുടർ നടപടിയിൽ ഈ റിപ്പോർട്ട് പ്രധാനവുമാണ്. അതായത് റിജിത്ത്, കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ കീർത്തി ISF വനം മന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ഇവിടെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉത്സവത്തിൽ ആനയുടെ നിശ്ചിത ദൂരം പാലിക്കാതെ പടക്കം പൊട്ടിച്ചു. ഇത് ഗുരുതര ലംഘനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആനയ്ക്ക് ഇടച്ചങ്ങല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടില്ല. ഈ ആന ഇടഞ്ഞ ഘട്ടത്തിൽ ഉൾപ്പെടെ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഒപ്പം തന്നെ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പീതാംബരൻ എന്ന ആന അത് മതപ്പാട് തുടങ്ങുന്നൊരു അവസ്ഥയിലായിരുന്നു. ആനയുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ചു. ആ ഘട്ടത്തിൽ മസ്കുലിൻ്റെ അളവ് രക്തത്തിൽ വലിയ തോതിൽ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു. കോഴിക്കോടാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരം ഒരു ആയിരുന്നു ഈ ആന എന്ന കാര്യം കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി ഈ ആന ഇത്തരത്തിലൊരു പ്രശ്നമുള്ള ആനയാണെന്ന പരാമർശവും ഉള്ളതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് വനം മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ കുറച്ച് ശുപാർശകളും കീർത്തി ISF സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായി ആനകളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ച് ആനകൾക്ക് മതപ്പാട് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആനകളെ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആനകളുടെ എല്ലാ രേഖകളും, രജിസ്ട്രേഷൻ രേഖകളും മറ്റ് എഴുന്നള്ളത്തിന് അനുമതി ഉണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ച ശേഷം മാത്രമേ അനുമതി നൽകാവൂ എന്ന ഒരു കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് നിലവിൽ വനമന്ത്രിയുടെ കയ്യിലാണ്. ആ റിപ്പോർട്ടിന്മേൽ വനം മന്ത്രിയാണ് ഇനി കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഒപ്പം തന്നെ ഈ വനം വകുപ്പും റവന്യൂ വകുപ്പും പോലീസും സംയുക്തമായി ഒരു റിപ്പോർട്ട്, ഒരു കമ്പൈൻ റിപ്പോർട്ട് വനം മന്ത്രിക്ക് ഉടൻ തന്നെ സമർപ്പിക്കും. നിലവിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റുകളും അന്വേഷിച്ച റിപ്പോർട്ടുകൾ സംയോജിപ്പിച്ചായിരിക്കും ഒരു റിപ്പോർട്ട് നൽകുക. എന്തായാലും ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അവിടെ കൃത്യമായി നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടെന്ന് തന്നെയാണ് പറയുന്നത്. റിജിത്ത്. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.